ഇപ്പോഴും സിനിമ മൂവി എന്ന് തന്നെയാണ് തോന്നുന്നത് എപ്പോഴും അതിലോട്ട് കയറുക. പക്ഷെ അതിനൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിലാണ് എന്തെങ്കിലും ഞാൻ ചെയ്യണത് എക്സിബിറ്റ് ചെയ്യണമല്ലോ. അപ്പം ഈ കൊറോണ ടൈമിൽ ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു ആഴ്ചയിൽ ഓരോ ടാസ്കിങ് തരും. ഇന്ന രീതിയിൽ അഭിനയിച്ചിടും. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടു. ആദ്യത്തില് ഒരു ചെയറിൽ ഇരുന്നിട്ടാണ് അഭിനയിച്ചതേ ഉള്ളൂ. അപ്പൊ അതിൽ കമന്റ്സ് വന്നതിൽ ഒരു കമന്റ് അവൻ ആ ലിമിറ്റേഷനിൽ ഇരുന്നിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ലിമിറ്റേഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം റൂമിൽ ഫുൾ നടന്നിട്ട് അഭിനയിച്ചു. അപ്പൊ അവിടെയും നല്ല കമന്റ്സ് വന്നു. അപ്പൊ അവര് പറഞ്ഞു ലിമിറ്റേഷനിൽ നിന്നിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം പിന്നെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് ഒക്കെ തുറന്നിട്ട് സ്റ്റെപ്പൊക്കെ ചാടി കയറി വന്ന് എന്നിട്ട് അഭിനയിച്ചു. അവരോട് നിർത്തി. അപ്പുറത്ത് പറഞ്ഞാൽ എനിക്ക് വേറെ ചെയ്യേണ്ടി വന്നേനെ. അപ്പൊ അത് സംഭവിച്ചില്ല. അപ്പൊ അതിനുശേഷമാണ് മനസ്സിലായത് ഒരു ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ എലമെന്റ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്തുകൂടെ. അപ്പൊ സ്റ്റോറിയേക്കാളും ഞങ്ങളൊരു സിറ്റുവേഷൻ ബേസ് ചെയ്യാണ് ഷോർട്ട് ഫിലിം. കാരണം ഒരു കാറിൽ പുറത്തു പോകുന്നു വൈഫുമായിട്ട്. എന്നിട്ട് ഒരു അല്ല അവിടെ അതിപ്പോ നമ്മള് ഫേക്ക് ചെയ്തു. ഞാനല്ല, അന്ന് ഞാനത് ചെയ്തിട്ടില്ല. അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ടെലികാസ്റ്റ് ആയതല്ലേ ചെയ്തത് നമ്മളെ യൂട്യൂബ് ചാനൽ അക്യൂസ്റ്റിക് മ്യൂസിക് മാനിലുണ്ട്. അപ്പൊ അതിൽ സീനിൽ ഞാൻ ജസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ വൈഫായിട്ട് ജസ്റ്റ് പുറത്ത് പോകുന്നു. പ്രഗ്നന്റ് ലേഡിയാണ്. അപ്പൊ പുറത്ത് പോകുമ്പോൾ കുറച്ച് ബൈക്കേഴ്സ് നമ്മളെ ഒന്ന് സറൗണ്ട് ചെയ്ത് പിന്നെ ഫൈറ്റ് ആണ്. കാറിന്റെ പുറകെ ഒരു ചെറിയ ചേസ്, പിന്നെ ഫൈറ്റ്. അങ്ങനത്തെ ഒരു ഫൈറ്റ് മെയിൻ ആയിട്ട് വെച്ചുള്ള ആക്ഷൻ ഒരു ത്രില്ലർ രീതിയാണ് സംഭവം ചെയ്തത്.